ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ ഒരുപാട് പേർക്ക് തുടക്കത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ കുറേയധികം കൺഫ്യൂഷനും സംശയങ്ങളുമുണ്ട്. അതായത് ഒരു ഹമ്പിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടത്, അവിടെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു വളവിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും കയറ്റത്തൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഗട്ടറിലൂടെ ഓടിക്കുമ്പോഴും ജംഗ്ഷനിൽ വരുന്ന സാഹചര്യങ്ങളിലും ഏത് ഗിയറിൽ വരണം, എങ്ങനെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യണം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഈ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ മറക്കാതെ എഴുതിയിടുക. ഞാൻ പരമാവധി എല്ലാത്തിനും തന്നെ റിപ്ലൈ തരാം. ഉടനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ഇടുന്നതായിരിക്കും. നിങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഒരുപാട് കമൻസുകൾ നമുക്ക് വീഡിയോയ്ക്ക് വരാറുണ്ട്. ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം ഒരു 2000-ലധികം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ലേറ്റ് ആകുന്നത്. എന്തായാലും ഞാൻ പരമാവധി വേഗത്തിൽ റിപ്ലൈ തരാം. ഒപ്പം തന്നെ മറക്കാതെ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ട് നൽകുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അതായത് ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് അമർത്തി നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് കൂട്ടായ്മയോടൊപ്പം ചേരാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഇത് നിങ്ങളെ വളരെ കറക്റ്റായിട്ട് ഉദാഹരണങ്ങൾ സഹിതം ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ ഹമ്പുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഹമ്പുകളിൽ എങ്ങനെ വണ്ടി ഓടിക്കാം. സാധാരണ ഈ ഹമ്പുകൾ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് സ്കൂളുകൾ, അതുപോലെ തന്നെ ആശുപത്രി പരിസരങ്ങൾ, ഒപ്പം തന്നെ ജനസാന്ദ്രതയുള്ള ഏരിയകളിലാണ് ഈ ഹമ്പുകൾ കാണാറുള്ളത്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ വണ്ടി എടുക്കുന്നു. ചെറിയൊരു ഇറക്കം കൂടിയ റോഡാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ മുന്നിലൊരു ഹമ്പ് നിങ്ങൾ കാണുന്നു, ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഹമ്പ് കാണുന്നു. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് ആക്സിലറേഷൻ ഫസ്റ്റ് അയച്ച് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ വന്നു. എന്നിട്ട് ചെറിയ ഹമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബ്രേക്ക് ഹമ്പിന് മുന്നമേ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഹമ്പ് കയറുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്കിൽ നിന്നൊന്ന് അയച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നമ്മളുടെ വാഹനം ഹമ്പ് കയറി ഇറങ്ങിക്കോളും. ഒരു കാരണവശാലും നിങ്ങൾ ഹമ്പ് ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഹമ്പ് കയറുമ്പോഴല്ല ബ്രേക്ക് ചവിട്ടേണ്ടത്. അതായത് നമ്മളുടെ വാഹനം ഹമ്പിലേക്ക് കയറുമ്പോൾ ബ്രേക്ക് ചവിട്ടരുത്. അങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ഹമ്പ് കയറുന്ന സമയത്ത് ഓവർ ബ്രേക്ക് വന്ന് ചിലപ്പോൾ വണ്ടി അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹമ്പിന് മുന്നമേ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ച് കൊടുക്കുക. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയും. ഒപ്പം തന്നെ നമ്മൾ സപ്പോർട്ടിന് ബ്രേക്കും കൂടെ ചെയ്യുമ്പോൾ കുറെ കൂടെ വാഹനത്തിൻ്റെ വേഗത കുറയും. എന്നിട്ട് ഹമ്പ് കയറുന്ന സാഹചര്യങ്ങളിൽ പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഓൾറെഡി പതിയാണ് വരുന്നത്, പതിയെ ഹമ്പ് അങ്ങോട്ട് കയറി ഇറങ്ങിക്കോളും. മനസ്സിലായോ? ഇനി കയറി ഇറങ്ങുന്ന സമയത്ത് വാഹനത്തിന് വേഗത കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പതുക്കെ മെല്ലമേ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ഹമ്പിൽ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സംവിധാനം വന്നാൽ എന്ത് ചെയ്യണം, അവിടെയും തൊട്ടു മാത്രമേ ബ്രേക്ക് ചെയ്യാവുള്ളൂ. ഹാർഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹമ്പിൽ കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വാഹനം ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഹമ്പിലൂടെ ഓടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതിനൊരു ബാലൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പം ഇനി അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ ഹമ്പിൽ സെക്കൻഡ് ഗിയർ ആണ് ഉപയോഗിച്ചത്. എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും. അതെപ്പോഴാണ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് ഒരു സെക്കൻഡ് ഗിയറിൽ വാഹനം ഓടിച്ചു വരുന്ന സാഹചര്യവും പ്രത്യേകിച്ച് ഒരു വില്ലേജ് റോഡുമാണ്.
ഒപ്പം അവിടെ ഒരു ഹമ്പും ഉണ്ട്. ഈ ഹമ്പിൻ്റെ ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏരിയയാണ്. പ്രത്യേകിച്ച് വില്ലേജ് റോഡുകളിലൊക്കെ അത്തരത്തിലുള്ള ചെറിയ ഹമ്പുകൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇത്തിരി വലിയ ഹമ്പ് പോലെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറി ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്രക്കാർ എണ്ണം കൂടുതലാണ്. നമ്മൾ മാത്രമാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സെക്കൻഡിലൊക്കെ ചെറിയ ഹമ്പ് കയറി ഇറങ്ങിപ്പോകും. പക്ഷെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു കോ ഡ്രൈവർ സീറ്റിലും അതുപോലെ തന്നെ പുറകിലും ഒരു 3 പേരും ഉണ്ട്, ലഗേജും ഉണ്ടെങ്കിൽ വാഹനത്തിന് വെയിറ്റ് വരും. അപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ കയറുന്ന ഹമ്പ് ചിലപ്പോൾ സെക്കൻഡ് ഗിയർ കയറണമെന്നില്ല, അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ഒരു സംവിധാനം വരും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി ഞാൻ തേർഡ് കൊടുത്തു, വാഹനത്തിൽ ആളുണ്ട്, അപ്പോൾ ഇവിടെ ഒരു ഹമ്പ് വന്നു. അപ്പോൾ ഇതുകൊണ്ട് ചെറിയൊരു കയറ്റമാണ്, നിരപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ബ്രേക്ക് വന്ന് ക്ലച്ച് ഓടി സെക്കൻഡ് കൊടുത്തു, എന്നിട്ട് പതി ഇങ്ങനെ അടുത്തോട്ട് വന്നു. അപ്പോൾ വീണ്ടും ഹമ്പ് ഇവിടെ കണ്ട സമയത്ത് എന്ത് ചെയ്തു, വീണ്ടും ഞാൻ ബ്രേക്ക് വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ഹമ്പ് കയറി ഇറങ്ങി അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വളവുകളിൽ ഏതാണ് ഗിയർ ഉപയോഗിക്കേണ്ടത് നിങ്ങളെ കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ തേർഡ് ഗിയറിൽ വന്നു. ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിൽ, ഇറക്കം കൂടിയ വളവുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തേർഡ് ഗിയറിൽ സുഖകരമായിട്ട് വരാനായിട്ട് കഴിയും. ഇറക്കം കൂടിയ വളവായിരിക്കണം, തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പം നിങ്ങൾ നോക്കിയ ഇപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള പ്രതലവുമാണ്, ചെറിയ വളവൊക്കെ തിരിഞ്ഞു വരുന്നു, നമ്മളിതുകൊണ്ട് 3ാമത്തെ ഗിയറിലാണ് വരുന്നത്. എന്നാൽ നമ്മൾ കാണുന്നത് ഒരു കയറ്റം കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ ഈ രീതി മാറും. ഇപ്പം ഞാനിവിടെ തേടി വരികയാണ്, ഇവിടെ ഒരു വളവ് തുടങ്ങുകയാണ്, കയറ്റവുമാണ് വരുന്നത്. അപ്പം എനിക്ക് തേർഡ് ഗിയറിൽ തന്നെ ഇത് കയറാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഇതേ സെക്കൻഡ് ഗിയറിൽ ഇതേ ഈ വളവ് ഞാനിതുകൊണ്ടോ പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് ഇതുകൊണ്ട് കയറുന്നതുണ്ടോ, കാരണം ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയർ ആണ് ആവശ്യം. ഇനി നമ്മളിങ്ങനെ കയറി വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, വണ്ടിക്കുള്ളിൽ ആളിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പം നമുക്ക് സെക്കൻഡ് ഗിയറിൽ വളവെടുക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വണ്ടി മടുക്കാനായിട്ട് ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ, ഇപ്പോൾ ഇവിടെ ഒരു മുന്നിൽ ഒരു വളവുണ്ട്, ഇതുകൊണ്ടോ പതിയെ വളവ് എടുക്കുക. അപ്പോൾ ഒരു വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളൊരു വാഹനം ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ഇപ്പം ഞാനിതുകൊണ്ട് ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഓൾറെഡി ഞാൻ ഫസ്റ്റ് കൊടുത്തു, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇതുകൊണ്ട് ഈ ലെഫ്റ്റ് റോഡ് തന്നെ ചേർന്നിട്ട് ഇതേ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് ഇതുകൊണ്ടോ ഇടത്തേക്കാല് ജസ്റ്റ് ക്ലച്ചേ വെക്കുക, എന്നിട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് ഞാൻ വരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞ ഒരു ഐഡിയ പിടി കിട്ടിയോ? അപ്പോൾ ജംഗ്ഷനിൽ ഓടിക്കും നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഓർത്തിരിക്കുക. ജസ്റ്റ് ക്ലച്ചിലൊന്ന് കാല് വെച്ചേക്കുക. ഇൻ കേസ് ജംഗ്ഷനിൽ വണ്ടി ഒന്ന് നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർമ്മയിലൊന്ന് സൂക്ഷിക്കുക. ഇനി അടുത്ത നിങ്ങളുടെ ഒരു ചോദ്യമാണ്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഗട്ടറിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണേ, വീണ്ടും റോഡ് സ്ട്രെയിറ്റായി ഇത് തേർഡിലേക്ക് ഇടുന്നു, ഇങ്ങനെ 3ാമത്തെ ഗിയറിൽ വരുന്നു. ഇങ്ങനെ 3ാമത്തെ ഗിയറിൽ വരുന്ന സാഹചര്യങ്ങളിൽ മുന്നിൽ ഒരു ഗട്ടർ കണ്ടാൽ ഒരു കാരണവശാലും തേടി പോരുത്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഗട്ടറുണ്ട്, എൻ്റെ കാല് ബ്രേക്കേ വന്ന് ഇത് ക്ലച്ച് ചവിട്ടി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇതുകൊണ്ട് ക്ലച്ച് ബ്രേക്ക് പതിയെ ഒന്ന് താങ്ങി ആ ഗട്ടർ ഇറങ്ങി എന്ത് ചെയ്തു, കയറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളവിടെ ക്ലച്ചും ബ്രേക്കും താങ്ങിയത് ഗട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബ്രേക്ക് എന്തായാലും ചവിട്ടേണ്ട സിറ്റുവേഷൻ വരും. അപ്പം ബ്രേക്കിൻ്റെ അളവ് കൂടി ആ ഗട്ടറിൽ ഓഫ് ആകാതിരിക്കാനായിട്ട് നമ്മൾ പതിയെ ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കും. അപ്പം നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ നമുക്ക് ഗട്ടർ ഇറങ്ങാനായിട്ട് കഴിയും. ഇതുകൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് നമ്മൾ വരുന്നു. ഇനി നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് മുന്നിലായിട്ടുള്ള ഗട്ടറിൻ്റെ അളവ് കൂടുതലാണ്, അതായത് വലിയ ഗട്ടറാണ് ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഇനി അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ മുന്നിലെ ഗട്ടർ വലിയ ഗട്ടറല്ല, ചെറിയൊരു ഗട്ടറാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൂടാതെ 3-4 പേരും ലഗേജും ഉണ്ടെങ്കിൽ വാഹനം ചിലപ്പോൾ സെക്കൻഡ് ഗിയറിൽ ആ ഗട്ടർ കയറി ഇറങ്ങി പോകണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ മുന്നിലായിട്ടൊരു ഗട്ടർ ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഞാൻ തേടി വരുവാണ്, അപ്പോൾ എൻ്റെ വാഹനത്തിൽ ആളുമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സെക്കൻഡ് കൊടുത്തു, ഇങ്ങോട്ട് വരുന്നു, എന്നിട്ട് ഗട്ടർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ വണ്ടി സ്ലോ ആയി, വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി പോകാൻ മടി കാണിക്കുന്നു തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുണ്ടോ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗട്ടർ പതുക്കെ കയറി ഇറങ്ങുക. അപ്പോൾ ആക്സിലറേഷൻ്റെ അളവ് അമിതമായിട്ട് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ വാഹനത്തിന് ഗട്ടറിൽ വേഗത കൂടി ചാടി പോകുന്ന ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ വരും. അപ്പം നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഹമ്പിൽ, വളവിൽ,
അതുപോലെ തന്നെ ഗട്ടറിൽ ഏത് ഗിയർ ഉപയോഗിക്കണം, ജംഗ്ഷനിൽ ഏത് ഗിയർ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി. ഇനി കയറ്റത്താണെങ്കിൽ ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ചെറിയ കയറ്റത്താണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലും, വലിയ കയറ്റങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറും കൊടുക്കേണ്ടി വരും. ആളിൻ്റെ എണ്ണവും വെയിറ്റും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്ന ഡ്രൈവിംഗ് ടിപ്സുകൾ ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അതുപോലെ തന്നെ സംശയങ്ങളും എഴുതിയിടുക. ഒപ്പം നിങ്ങൾ നമ്മുടെ ഡ്രൈവിംഗ് ഫാമിലിയോടൊപ്പം ചേരാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം. ബൈ.